മിഥില, എന്താണ് കോഴിക്കോട്ടെ സാഹചര്യം? തൃശ്ശൂരിലും എറണാകുളത്തും ജനജീവിതം സ്തംഭിച്ചു അക്ഷരാർത്ഥത്തിൽ 2 മണിക്കൂർ കൊണ്ട്. അപ്പോൾ കോഴിക്കോട്ടും അതേ സാഹചര്യമാണോ? വിജയകുമാർ, കോഴിക്കോടും നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ശക്തമായ മഴ തന്നെയാണ് പെയ്യുന്നത്. നഗരത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ മലയോര മേഖലകളിലാണ് ഇപ്പോൾ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത്. പേരാമ്പ്ര, നാദാപുരം, മുക്കം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉച്ചയ്ക്ക് തുടങ്ങിയ മഴ യാതൊരു ശമനവുമില്ല, അതേ ശക്തിയോടെ തന്നെ ഇപ്പോഴും പെയ്യുകയാണ്. പേരാമ്പ്ര നഗരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ടുണ്ട്. ഇത് വലിയ തോതിൽ ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട്. മാത്രമല്ല നാദാപുരത്ത് മതിൽ ഇടിഞ്ഞു വീണിട്ടുണ്ട്. നാദാപുരം തൂണേരിയിലാണ് കനത്ത മഴയിൽ മതിൽ ഇടിഞ്ഞു വീണത്. തൂണേരി തണൽമരം കോളോത്തുമുക്ക് റോഡിലേക്ക് കൂറ്റൻ ചെങ്കൽ മതിൽ തകർന്നു വീഴുകയായിരുന്നു. വലിയ മതിലാണ്, 10 മീറ്റർ പൊക്കത്തിലും 50ലേറെ മീറ്റർ നീളത്തിലുമുള്ള മതിലാണ് പൊടുന്നിനെ റോഡിലേക്ക് ഈ ശക്തമായ മഴയിൽ തകർന്നു വീണത്. ഇരുചക്ര വാഹനങ്ങളൊന്നും, നല്ല മഴയായതുകൊണ്ട് തന്നെ ഉച്ച മുതൽ തന്നെ ഈ മേഖലകളിൽ നല്ല മഴയുണ്ട്, അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളെല്ലാം റോഡിൽ കുറവായിരുന്നു. പക്ഷേ ഏതെങ്കിലും കാൽനട യാത്രക്കാർ ഈ ഒരു മണ്ണിനടിയിൽ, കല്ലിലോ മണ്ണിനടിയിലോ പെട്ടിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ JCB ഉപയോഗിച്ച് നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും എല്ലാം തന്നെ ഇപ്പോൾ അവിടെ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന് കുന്നമംഗലം പോലീസ് സ്റ്റേഷനടുത്താണ്. കുന്നമംഗലം പോലീസ് സ്റ്റേഷനടുത്തുള്ള ഒരു മതിൽ തകർന്നു വീണ് വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഈ മതിൽ, ഒരു ബൈക്ക് ഈ മണ്ണിനടിയിലായിട്ടുണ്ട്. മറ്റൊന്ന്, ഒരു വീടിന് ഇടിമിന്നലിൽ വീടിന് തീപിടിച്ചിട്ടുണ്ട്, വീട് ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഇത്തരത്തിൽ നോക്കുകയാണെങ്കിൽ വലിയ കെടുതി തന്നെ കോഴിക്കോട് ഈ മഴയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നഗരത്തിന്റെ ഒരു കാര്യം എടുക്കുകയാണെങ്കിൽ നഗരത്തിൽ വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് മേയറുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിട്ടുണ്ടായിരുന്നു. കോഴിക്കോടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചെറിയൊരു മഴ പോലും കോഴിക്കോട് നഗരത്തിൽ വലിയ തോതിൽ വെള്ളക്കെട്ടിന് ഇടയാക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം പ്രത്യേക യോഗം ചേർന്ന് വെള്ളക്കെട്ട് തടയാൻ, അല്ലെങ്കിൽ വെള്ളം ഒഴുകി പോകാൻ എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം. ഇതിൽ പ്രധാനമെന്നത് കല്ലായി പുഴയുടെ ആഴം കൂട്ടുക, അല്ലെങ്കിൽ അവിടുത്തെ ചെളി നീക്കി ആഴം കൂട്ടുക എന്നുള്ളത് തന്നെയാണ്. അതിനുള്ള നടപടികൾ ആരംഭിക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഈ ഒരു മഴ തുടരുകയാണെങ്കിൽ, ഈ രാത്രിയിലും ഇത്തരത്തിൽ മലയോര മേഖലകളിൽ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ പല ഇടങ്ങളിലും വെള്ളക്കെട്ടും, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗതാഗത കുരുക്കുമെല്ലാം അതിരൂക്ഷമായി തുടരും. വിജയൻ. യെസ്, കൊച്ചിയിൽ നിന്ന് അശ്വിൻ പാലാഴിയും കോഴിക്കോട്ട് നിന്ന് മിഥില ബാലനും തൃശ്ശൂരിൽ നിന്ന് സുരേഷ് സജിയുമാണ് വിവരങ്ങൾ നൽകിയത്. കാലവർഷം തുടങ്ങിയിട്ടില്ല, അതിന് മുന്നോടിയായി പെയ്യുന്ന മഴയാണ്. അതിൽ ഒരു മഴ പെയ്യുമ്പോഴേക്കും നമ്മുടെ നഗരങ്ങൾ ഏത് തരത്തിലാണ് പ്രതിസന്ധിയിലാകുന്നത്. അപ്പോൾ നമ്മൾ മുന്നൊരുക്കങ്ങൾ തുടങ്ങി എന്ന് പറയുമ്പോൾ അതെങ്ങും എത്തിയിട്ടില്ല എന്നതുകൂടി വ്യക്തമാക്കുന്നുണ്ട്. ഈ ജനജീവിതം അതിന്ന് അങ്ങേയറ്റം ബാധിക്കപ്പെട്ടു കഴിഞ്ഞ മണിക്കൂറുകളിൽ, പ്രത്യേകിച്ച് കൊച്ചിയിലും കോഴിക്കോട്ടും തൃശ്ശൂരിലും. അപ്പോൾ കൂടുതൽ ജാഗ്രത, കൂടുതൽ ഒരുക്കം ഇനിയും വേണ്ടതുണ്ട് എന്ന് അധികൃതരെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഈ മഴക്കാഴ്ച.